ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കിന്നിൽ ഡൾനെസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് വിഷമിച്ച് നിൽക്കണ്ട, എന്താ നമുക്ക് നോക്കാം, എന്താണ് ഇതിലേക്ക് വേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ടൊക്കെ നോക്കാം. ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ ഇത് വീക്സിൽ ഒരു 2-3 ടൈമൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും, നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കിട്ടും, റിഫ്രഷിങ് ലുക്ക് കിട്ടും. അപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 ടൈംസൊക്കെ ചെയ്തിട്ട് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ റൈസ് പൗഡറും ഹണിയും റോ മിൽക്കും കേട്ടോ. കാച്ചിയ പാലെടുക്കരുത്, കാച്ചാത്ത പാലെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇപ്പോൾ വാഷ് ചെയ്യാം. ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നന്നായിട്ട് വലിഞ്ഞ് മുറുകി ഇപ്പോൾ ഉണക്കരുത് കേട്ടോ. അതായത് പച്ച അങ്ങോട്ട് ഡ്രൈ ആകരുത്, ചെറിയൊരു നനവോട് കൂടി, അതായത് ചെറിയൊരു നനവ് ഉണ്ടാവണം കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പച്ച ഇറങ്ങി പിടിച്ചതാവരുത്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവം മതി കേട്ടോ, കൂടുതൽ ഡ്രൈ ആവാൻ നിൽക്കണ്ട. ചെറിയ നനവോടുകൂടി നമുക്കിത് തളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ മുഴുവനായിട്ട് കഴുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് നോക്കുക കേട്ടോ. എന്തായാലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.